ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി വിമൻസ് ഡേ. ഇന്ന് ഞാൻ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനായിട്ട് സവാള എടുത്തിട്ടുള്ളത്. ഇന്ന് ഞാൻ പാലുപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു അധികം ആരും കഴിച്ചിട്ടില്ലാത്ത ഉപ്പുമാവാണ് ഈ പാലുപ്പുമാവെന്നാണ് തോന്നുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്. എണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുത്തു. സവാളയിൽ പച്ചമുളകോ ക്യാരറ്റോ മറ്റൊന്നും ചേർക്കുന്നില്ല. സവാള വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ റവ ചേർത്ത് കൊടുക്കും. വറുത്ത റവയാണെങ്കിൽ പോലും 1-2 സെക്കൻഡ് വീണ്ടും വറുത്ത്. അതിനുശേഷം അതിലേക്ക് പാലൊഴിച്ചാണ് നമ്മൾ റവ വേവിച്ചെടുക്കുന്നത്. ഞാൻ ഇവിടെ പാൽപ്പൊടി കലക്കിയ പാലാണ് കേട്ടോ. എവരിഡേയുടെ പാൽപ്പൊടിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വേറെ ഏതെങ്കിലും പാലാണ് ചേർക്കുന്നതെങ്കിൽ ആ പാൽ കാച്ചിയതിന് ശേഷം ചെറു ചൂടോടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പാലെല്ലാം തീർന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ റവയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഒന്ന് ഡ്രൈ ആയിട്ട് വരും. നല്ല പുട്ട് പൊടിച്ചെടുത്തതുപോലെ ഇരിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. പപ്പടമോ പഴമോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. പുട്ട് പൊടിച്ചെടുത്തതുപോലെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ? അപ്പം ഞാൻ കഴിക്കട്ടെ. ഞാനിവിടെ കട്ടൻ ചായയും ചേർത്താണ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഫോണിലൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് മാമി വിളിക്കുന്നത്. കുറച്ച് നല്ല പച്ച മാങ്ങ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇത് മാങ്ങ അച്ചാറുണ്ടാക്കാം. പെട്ടെന്ന് തന്നെ ഞാൻ മാങ്ങ കഴുകി കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നതാണ് മോൾക്ക് ഇഷ്ടം കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് കണ്ടാലോ. മാങ്ങയ്ക്ക് വേണ്ടുന്ന ഉപ്പാണ് ആദ്യം വറുത്തെടുക്കുന്നത്. ഇത് ആശീർവാദിൻ്റെ ഉപ്പാണ്, ഡ്രൈ ഉപ്പാണ്. എന്നാൽ പോലും ഒരു 2 സെക്കൻഡ് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ അച്ചാറിടുന്നത് കൊണ്ട് ഈ അച്ചാർ ഒരിക്കലും കേടുവരില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. സ്പൂൺ കൊണ്ട് എടുക്കുമ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ എടുത്താൽ നമ്മുടെ ഈ അച്ചാർ എത്ര കാലം വേണമെങ്കിലും ഇരിക്കുമേ. അപ്പോൾ ഉപ്പ് വറുത്തതിന് ശേഷം അത് മാങ്ങയിലേക്ക് ചേർത്ത്. ഇനി വറുക്കേണ്ടത് കടുകാണ് കേട്ടോ. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വറുത്തെടുക്കാം. കടുക് പൊട്ടുന്നതുവരെ വറുക്കാം. കടുക് വറുക്കുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കി കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാൻ കേട്ടോ. കരിഞ്ഞു പോയാൽ പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം കടുക് വറുത്തെടുക്കാൻ. കടുക് പൊട്ടിത്തുടങ്ങിയ ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് വേണം കടുക് പൊടിക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനിയും വറുക്കേണ്ടത് കായാണ് കേട്ടോ. ഇവിടെ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കട്ടിക്കായാണ്, അതാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഇവിടെ കടുക് ഒരു ഗ്ലാസ് വെച്ചാണ് പൊടിച്ചെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. കടുക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. കടുക് ഒരു പാത്രത്തിലിട്ടിട്ട് ഞാൻ ഗ്ലാസ് വെച്ച് ഒന്ന് അമർത്തി കൊടുത്ത് കടുക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കായവും നമുക്ക് പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, നന്നായി പൊടിഞ്ഞ് കിട്ടി. കായവും ഇതുപോലെ ഗ്ലാസിൻ്റെ മൂട് ഭാഗം വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ കായവും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. കായം മിക്സിയിൽ പൊടിച്ചാൽ അത് പിന്നെ മിക്സിയുടെ അകത്ത് ഇങ്ങനെ പറ്റി പിടിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കായവും നന്നായി പൊടിഞ്ഞ് കിട്ടി. ഇനി അടുത്തത് നമുക്ക് മാങ്ങയ്ക്ക് വേണ്ടുന്ന മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കുക. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചൂടാക്കി എടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയും സാദാ എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഒരു മണം ജസ്റ്റ് ഒന്ന് മാറിയാൽ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മാങ്ങയിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുളക് പൊടി, അത് കഴിഞ്ഞ് കായം, ഉലുവപ്പൊടി, നമ്മൾ പൊടിച്ച് വെച്ച കടുക്, ഇനി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് നേരം എടുത്ത് തന്നെ നന്നായി മിക്സ് ചെയ്യണം. അപ്പോഴേ ആ മാങ്ങയുടെ ഉപ്പിൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് കുഴഞ്ഞ് കിട്ടും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചില്ല് കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിക്കാം. എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 2 ചില്ല് കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് വലുതും ഒന്ന് ചെറുതും. 2ൽ നിറച്ച് വെച്ചിട്ടുണ്ട്. നിറച്ചില്ല, എന്നാലും 3/4 ഭാഗം വരെയൊക്കെ ഉണ്ട്. അപ്പം വലിയ കുപ്പിയിലത് അടച്ച് അങ്ങ് മാറ്റി വയ്ക്കും. ആദ്യം ചെറിയ കുപ്പിയിലത് എടുക്കും. അത് തീർന്നു കഴിഞ്ഞിട്ടേ പിന്നെ വലിയ കുപ്പിയിലത് എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ ഇങ്ങനെയാണ് ഇടുന്നത് കേട്ടോ. എല്ലാവരും വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലും അടിപൊളി അച്ചാർ കഴിക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം സമയം 11:30 മണിയൊക്കെ ആയി. ഇനി എനിക്ക്
ടൊമാറ്റോ റൈസ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള പരിപാടികൾ തുടങ്ങട്ടെ. ഞാൻ ടൊമാറ്റോ റൈസിൻ്റെയൊക്കെ റെസിപ്പി ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഒന്ന് കാണിക്കാം. ആദ്യം സവാള നീളത്തിൽ കട്ട് ചെയ്ത് അത് വഴറ്റിയാണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഒന്നോ രണ്ടോ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരടുപ്പിൽ ഒരു പകുതി ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ ഞാൻ വേവിക്കാനായിട്ട് അല്പം വെള്ളവും ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സവാള വഴറ്റുന്ന കൂട്ടത്തിൽ അതിലും പകുതി ടൊമാറ്റോ കട്ട് ചെയ്ത് ചേർത്ത് വഴറ്റുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാ മസാലകളും ആഡ് ചെയ്യാം. ഇപ്പം ടൊമാറ്റോയും സവാളയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ടൊമാറ്റോ മിക്സിയിൽ അരച്ച് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് തിളപ്പിച്ച് അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. റൈസിനെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജീരക റൈസാണ്. അത് അറിയാമല്ലോ. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെ വെച്ചാണ് അരി വറ്റിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം മസാലയെല്ലാം വറ്റിയപ്പോൾ ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നന്നായി സമയത്ത് ഇതിലേക്ക് ഒത്തിരി നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. 1-2 ടേബിൾ സ്പൂൺ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നു. ഇത് കുറവാണെന്ന് തോന്നുന്നു. ഇനി ബാക്കി ഫ്രിഡ്ജിൽ കട്ടി പിടിച്ചിരിക്കുന്നു. അത് എടുക്കാൻ മടിച്ചതായി കുറച്ചാണ് ഞാൻ ചേർത്ത്. എല്ലാം മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നെയ്യുടെ കുറവുണ്ട്. അപ്പം ഞാൻ സൈഡിലോട്ട് പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ടൊമാറ്റോ റൈസൊക്കെ റെഡിയായി. നമുക്കിനി അടച്ചു വയ്ക്കാം. ഇനി ഞാൻ കഴിക്കട്ടെ. റൈസ് എടുത്തിട്ടുണ്ട്, സാലഡ്, അച്ചാറൊക്കെ എടുത്തിട്ടുണ്ട്. പപ്പടം വേണ്ട കേട്ടോ. എനിക്ക് പപ്പടം വേണ്ട. കഴിഞ്ഞിട്ട് ഞാൻ പപ്പടം എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. മറ്റു വിശേഷവുമായി വീണ്ടും വരാം.